എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇറോക്കോ അതൊരു മലയാളിത്തം ഒക്കെ ഉള്ളൊരു പേരാണ്. ആ ഒരു പേരിലോട്ടും നോർമലി പല ബ്രാൻഡുകളും പേരുകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ഈ ഫീൽഡിൽ കണ്ടിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെയൊക്കെ കേരളത്തിൽ തന്നെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ശരിക്കും. ഇപ്പോൾ എനിക്കൊരു 14-15 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ, ഓരോ ബ്രാൻഡിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണില്ല എന്നുള്ളൊരു ഭാഗമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, കാരണം ഹൈ ബ്രാൻഡിലോട്ട് വരുമ്പോഴുള്ള മാറ്റം എന്താണെന്ന് അറിയില്ല. ശരിക്കും അതെന്ന് തോന്നിയൊരു തോന്നലാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നല്ല ക്വാളിറ്റി, അതായത് പ്രൈസിനനുസരിച്ചുള്ളൊരു നല്ല ക്വാളിറ്റി കൊടുക്കാനുള്ള ഒരു ബ്രാൻഡ് തുടങ്ങിക്കൂടാന്നുള്ളത്. അത് ഒരു സർവീസും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ ഒരു ഹൈ ബ്രാൻഡ് എടുത്തുകൊണ്ട് പ്ലൈവുഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു കസ്റ്റമർക്ക് പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിൽ പോയി അങ്ങോട്ട് ചെയ്യണം. നേരെ മറിച്ച് ഇറോക്കോ പ്ലൈ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ, കസ്റ്റമേഴ്സിന് കറക്റ്റ് സർവീസ് കൊടുക്കുന്നുള്ളതാണ്. ഏതൊരു പ്രൊഡക്റ്റ് നമ്മളിവിടെ എടുത്താലും അത് ആഫ്റ്റർ സർവീസ് നിർബന്ധമായിട്ടും കൊടുക്കുന്നുള്ളതാണ്. അങ്ങനെയാണ് ഇറോക്കോ പ്ലൈയിലോട്ട് വന്നത്. ഇറോക്കോ പ്ലൈ ഒരു ആഫ്രിക്കൻ വുഡിൻ്റെ പേരാണ്. ആണോ? ഒരു സ്റ്റൈലിഷ് പേരും കൂടി ആയി തോന്നിയപ്പോൾ ചെയ്തതാണ്. ശരിക്ക് ഒരു മലയാളിത്തം ഉണ്ടല്ലോ.